പ്രിയപ്പെട്ടവരെ, രാജ്യത്തിന് വീണ്ടും നാണക്കേടായി മാറുകയാണ് എന്ത് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UGC ആദ്യം നീറ്റ് പരീക്ഷ റദ്ദാക്കി. ഇപ്പോൾ ഇതാ UGC നെറ്റ് പരീക്ഷയിൽ ഗുരുതര പിഴവുകൾ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇംഗ്ലീഷിൽ, കൊമേഴ്സിൽ, സോഷ്യോളജിയിൽ ഈ 3 പ്രധാനപ്പെട്ട പരീക്ഷകളിലെ ചോദ്യപേപ്പറുകൾ 84ഓളം ചോദ്യപേപ്പറുകളിലാണ് 84ഓളം ചോദ്യങ്ങളാണ് ഗുരുതരമായ പിഴവുകളുള്ളത്. ചോദ്യപേപ്പറുകളിൽ ഒന്നിലധികം പിശകുകൾ കണ്ടെത്തിയത് ആവർത്തിച്ചുള്ള ചോദ്യങ്ങളും ഉൾപ്പെട്ടിരുന്നതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കണ്ടെത്തി. ഉത്തര കീ ചലഞ്ച് പ്രക്രിയയ്ക്ക് ശേഷം ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ പരിഹരിക്കാൻ കഴിയാത്ത വലിയ പോരായ്മകളും കണ്ടെത്തിയിട്ടുണ്ട്. YS അഭിനന്ദ് ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ ഈ തീരുമാനം വലച്ചിരിക്കുന്നത്. നേരത്തെ നീറ്റ് പരീക്ഷ വലിയ രീതിയിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തു. നീറ്റ് പരീക്ഷ പിന്നെ നടത്തേണ്ടി വന്നു. അത് ചോദ്യപേപ്പർ ചോർച്ചയായിരുന്നുവെങ്കിൽ ഇവിടെ UGC നെറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ചോദ്യപേപ്പർ ചോർച്ചയല്ല, അടിമുടി അബദ്ധ പഞ്ചാംഗമായി മാറിയ ചോദ്യപേപ്പറുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. സർവത്ര വീഴ്ചയായിരുന്നോ ഈ 3 പ്രധാനപ്പെട്ട പരീക്ഷകളുടെയും കൊമേഴ്സ്, സോഷ്യോളജി, അതേപോലെ ഇംഗ്ലീഷ്, ഈ 3 പേപ്പറുകളുടെയും ചോദ്യക്കടലാസിലുണ്ടായിരുന്നത്? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. സർവത്ര ഗുരുതര വീഴ്ചയാണെന്നാണ് നിലവിൽ NTA വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. NTA വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നെറ്റ് പുനഃപരീക്ഷ നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇന്നലെ എത്തിയത്. ആദ്യഘട്ടത്തിൽ ഒരു ആലോചന മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് ഇന്നലെ NTA കടക്കുകയായിരുന്നു. ഇന്നലെ NTA ഏറെ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ പിന്നാലെയാണ് 87 ഉത്തരസൂചികകളിൽ 84 പുറത്തുവിട്ടത്. അപ്പോഴും ഇംഗ്ലീഷിൻ്റെയും കൊമേഴ്സിൻ്റെയും സോഷ്യോളജിയുടെയും ചോദ്യപേപ്പറുകൾ, അതിൻ്റെ ഉത്തരസൂചികകൾ പുറത്തുവിടാത്ത നടപടി ഉണ്ടായിരുന്നു. അതിനകത്ത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വ്യക്തത വന്നു. പുനഃപരീക്ഷ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അടിമുടി വീഴ്ച എന്നതാണ് ഏറ്റവും പ്രധാനം. ഗുരുതരമായ വ്യാകരണ പിഴകളാണുള്ളത്, അക്ഷരത്തെറ്റുകളുണ്ട്, പണ്ഡിതന്മാരുടെ പേരുകളടക്കം മാറ്റിയാണ് ഉള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ മാത്രം പരിഹരിച്ച് ഉത്തരസൂചിക പുറത്തിറക്കി കഴിഞ്ഞാൽ ആകപ്പാടെ ആശയക്കുഴപ്പത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കും എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുനഃപരീക്ഷ എന്നൊരു തീരുമാനത്തിലേക്ക് NTA എത്തിയത് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അധിഷ്ഠിത ചോദ്യപേപ്പറുകൾ പോലും ചില ഭാഗങ്ങളിൽ ഉണ്ടായി, ചോദ്യങ്ങൾ പോലും ചില ഭാഗങ്ങളിൽ ഉണ്ടായി എന്നുള്ള സംശയവും NTAയുടെ വിദഗ്ധ സമിതിക്കുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നെറ്റ് പുനഃപരീക്ഷ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും വിഷയം ചൂണ്ടിക്കാട്ടി വ്യാപക പ്രതിഷേധത്തിലേക്കാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ വിദ്യാർത്ഥി സംഘടനകൾ കടക്കുന്നത്. ഇന്ന് ഓക്ലയുടെ NTA ആസ്ഥാനത്തേക്ക് SFIയുടെ മാർച്ചുണ്ട്. ഇതിനെ അപലപിച്ചുകൊണ്ട് NSU അടക്കം രംഗത്തെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. CJP ഇതൊരു വിഷയമായി ഏറ്റെടുക്കാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. NTA പിരിച്ചുവിട്ട് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം നിർമ്മിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഈ CJP സമരത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്ഥാപകർ ഉന്നയിച്ചിരുന്നു. അത് കുറച്ചുകൂടി ശക്തമാക്കാനാണ് നിലവിലെ തീരുമാനം. NTA പൂർണ്ണമായും പിരിച്ചുവിടണമെന്നാണ് ആവശ്യം. ഒപ്പം തന്നെ ചില ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ അത് കൈമാറണം, അത് പൊതുസമക്ഷം നൽകണം എന്നുകൂടി പ്രതിപക്ഷ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുകയാണ്. അതായത് NTA അടിമുടി വീഴ്ച വീണ്ടും വരുത്തിയിരിക്കുന്നു. 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ വീണ്ടും തെരുവിലിറക്കുന്ന രീതിയിലേക്ക് NTA പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഉടലെടുത്ത പ്രതിഷേധങ്ങൾ, വിവാദങ്ങളൊക്കെ അറിയാം. അതിന് പിന്നാലെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രി തന്നെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായത്. വീണ്ടും NTA പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. നെറ്റ് പുനഃപരീക്ഷയിലേക്ക് കടന്നിരിക്കുന്നു. അരുൺകുമാർ, താങ്ക് യു. അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജ്യത്തിന് മുഴുവൻ നാണക്കേടായി മാറിയിരിക്കുന്ന ഏജൻസിയുടെ പേരാണ് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നീറ്റ് പരീക്ഷ, ആ പരീക്ഷയിൽ മൊത്തം ക്രമക്കേടായിരുന്നു. ചോദ്യപേപ്പർ ചോർന്നു. അതും ആര് ചോർത്തിക്കൊടുത്തു? പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കിയ പ്രൊഫസർമാരടക്കം, അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരടക്കമാണ് NTAയിൽ നിന്ന് ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്തത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക്. അതിനുശേഷം നീറ്റ് പരീക്ഷ വീണ്ടും നടത്തേണ്ടി വന്നു. നീറ്റ് പരീക്ഷ റദ്ദാവുന്ന സാഹചര്യമുണ്ടായി. നിരവധി കുട്ടികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അവർ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ നീറ്റ് പരീക്ഷയ്ക്ക് പുറമെ NTA ഏറ്റെടുത്ത പരീക്ഷയാണ് നെറ്റ് പരീക്ഷ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. എന്താവാൻ കോളേജിൽ അധ്യാപകരാകാനും PhDക്കുള്ള അഭിരുചി പരീക്ഷ, ആ UGC JRF പരീക്ഷകൾ നടത്തേണ്ട ഏജൻസിയാണ് NTA. അവർ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, സോഷ്യോളജി, ഇംഗ്ലീഷ്, അതേപോലെ കൊമേഴ്സ്, ഈ 3 വിഷയങ്ങളുടെയും ചോദ്യപേപ്പറിൽ നിറയെ അബദ്ധങ്ങൾ
കഴിഞ്ഞ കാലത്തെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുക, ചോദ്യങ്ങൾ ആവർത്തിക്കുക, പല ചോദ്യങ്ങൾക്കും കൃത്യമായ സൂചനകളില്ലാതിരിക്കുക, പല പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെയും വർക്കുകളെ വിസ്മരിക്കുക, ഇങ്ങനെ തുടങ്ങി അപൂർണങ്ങളായ ചോദ്യങ്ങളടക്കമാണ് ഈ NTA-യുടെ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ സർവം അബദ്ധപഞ്ചാംഗമായി തീർന്നിരിക്കുന്നു NTA-യുടെ ഇത്തവണത്തെ നെറ്റ് പരീക്ഷ. ഇനി ഈ 3 നെറ്റ് പരീക്ഷകളും ഇപ്പോൾ വീണ്ടും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കീ വന്നതിന് ശേഷം അബദ്ധമുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ പോലും പറ്റില്ല. ഒഴിവാക്കിയാൽ മൊത്തം ഒഴിവാക്കണം. 84 ചോദ്യങ്ങളും ഒഴിവാക്കേണ്ടി വരും. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് പരീക്ഷ തന്നെ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. NTA ഈ പണി അറിയാവുന്ന ആരെങ്കിലും സർ ഈ പണി ഏൽപ്പിക്കണം. NTA പോലൊരു പ്രസ്ഥാനം തുടർച്ചയായിട്ട് നാണക്കേടായിട്ട് മാറുന്നു. നാണക്കേടെ, നിന്റെ പേരോ NTA എന്നാരെങ്കിലും ചോദിച്ചാൽ നമുക്കവരെ കുറ്റപ്പെടുത്താൻ പറ്റൂല. തൊട്ടതെല്ലാം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും NTA ഇതാണ് അവസ്ഥ.